അല്ലിമൂ ഔലാദകും മഹബ്ബത്ത് റസൂലില്ലാ. നിങ്ങൾ നിങ്ങളെ മക്കളെ മുത്തുനബി തങ്ങളെ മദ്ഹൊന്ന് പഠിപ്പിക്ക്, മുത്തുനബി തങ്ങളെ മഹബ്ബത്തൊന്ന് പഠിപ്പിക്ക്. അങ്ങനെ മുത്തുനബി തങ്ങളെ മനസ്സിൽ മക്കളിൽ കയറ്റിക്കൊടുത്താൽ അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടുകളിൽ ഹബീബിനോടുള്ള പ്രണയം വന്നാൽ അന്യപുരുഷനോട് പെൺകുട്ടികൾക്ക് പ്രേമം വരില്ല. നമുക്ക് മറ്റു കാര്യങ്ങളിൽ നമുക്ക് ടെൻഷനാവേണ്ടി വരില്ല. നമ്മുടെ മക്കൾ വഴികേടിലേക്ക് പോകില്ല. അതുകൊണ്ട് മക്കളെ നമ്മൾ മുത്തുനബി തങ്ങളെ മഹബ്ബത്ത് പഠിപ്പിക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ സ്നേഹിച്ച നേതാവാണ്. ഉമ്മത്തിനോട് വല്ലാത്ത കാരുണ്യം കാണിച്ച നേതാവാണ്. അവിടുന്ന് അല്ലാഹു തആല മുത്തുനബി തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു ഫലം അവിടുന്ന് റബ്ബ് പറയുന്നു, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. ഓ നബിയേ, അങ്ങേക്ക് റബ്ബ് ആവശ്യമുള്ളത് മുഴുവനും നൽകുകയാണ്. മുഴുവനും അങ്ങ് താല്പര്യപ്പെടുന്ന മുഴുവനും അല്ലാഹ് നൽകുന്നു. ഫതർലാ. അങ്ങനെ റബ്ബ് നൽകിയാൽ അങ്ങേക്ക് തൃപ്തിയാണ്, അങ്ങ് സന്തോഷവാനാണ്. ഇതങ്ങ് പറയുമ്പോൾ ഹബീബായ തങ്ങൾ ആലോചിക്കുന്നത് അവിടുത്തെ സംതൃപ്തിയല്ല, അവിടുത്തെ ഗുണങ്ങളും അനുഗ്രഹങ്ങളുമല്ല. ഉടനെ അവിടെന്ന് പറയുന്നു, ഇദം വല്ലാഹി ലാ അർളാവ വാഹിദിൻ മിൻ ഉമ്മതി ഫിന്നാർ. നമുക്ക് വലിയ പ്രതീക്ഷയുള്ള വാക്കാണ്. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരനുയായിയും എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരനും നരകത്തിൽ കിടക്കുന്ന കാലമത്രയും എനിക്ക് തൃപ്തിയില്ല അല്ലാ, ഞാൻ തൃപ്തനല്ല. ഇമാം റാസി ഇത് ഉദ്ധരിച്ചതു കാണാം. മുത്തുനബി തങ്ങൾ പറയുമ്പോൾ അല്ലാഹു അവിടത്തേക്ക് കൊടുക്കുന്ന ഓഫറുണ്ട്. ഈ ഉമ്മത്തിന് മുഴുവനും നരകത്തിൽ നിന്ന് മോചനം നൽകുന്നു.